കുഞ്ഞുമാല ഖാലിൻ ഷെറിൻ എബ്രഹാമിൻ്റെ സംസ്കാര ചടങ്ങുകളിലേക്കാണ് ഇപ്പോൾ പള്ളിയിലുള്ള ശുശ്രൂഷ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സമയം എനിക്ക് തോന്നുന്നു അത് അവസാനിക്കേണ്ടുന്ന സമയത്തിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് കുഞ്ഞിന് യാത്രാ മൊഴി ഏൽക്കുന്നത്, അന്ത്യയാത്ര നൽകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പള്ളിയിലെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുഞ്ഞുമാലാഖയ്ക്ക് വിട ചൊല്ലുകയാണ് കേരളം. ഷിനോജ് ജസ്റ്റിയും രഘുനാഥ് നാരായണനുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നത്. ഷിനോജ്, ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഈ പള്ളിക്കകത്തെ ശുശ്രൂഷ ചടങ്ങുകൾ അവസാനിക്കാനായോ? ആലിൻ്റെ അമ്മയെ ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് വേദനയ്ക്കൊപ്പം ചേരുകയാണ് ആരോഗ്യമന്ത്രി. ശുശ്രൂഷ ചടങ്ങുകൾ അവസാനിക്കാനായോ ഷിനോജ് പള്ളിയിലെ? നമ്മുടെ സർക്കാർ തലത്തിൽ എന്തെന്നില്ലാത്ത ഒരു മാതാപിതാക്കൾ എങ്ങനെയാണോ അവയവദാനത്തിന് സമ്മതം നൽകിയത്, അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് ഇതിനോട് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ് ആലിന് അന്ത്യയാത്ര നൽകുന്നത്. നോക്കൂ, ആ പള്ളിക്കകം നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ്. കാര്യങ്ങളൊക്കെ എത്തുവാനായിട്ട് സാധിച്ചു. സെന്റ് തോമസ് CSI പള്ളിയുടെ അകമാണ് നമ്മൾ കാണുന്നത്. പള്ളിക്ക് അകത്ത് മാത്രമല്ല, പുറത്ത് പള്ളിയുടെ അങ്കണത്തിലും നിറയെ ആളുകളാണ്. അത്രമാത്രം ആളുകളുണ്ട്. ആയിരങ്ങളാണ് കുഞ്ഞാലിനെ കാണാനായി എത്തുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവാണ്. തന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്താണ് ആ കുഞ്ഞു മടങ്ങുന്നത്. ധീരമായിട്ടുള്ള തീരുമാനമെടുത്തത് ആലിന്റെ അച്ഛനും അമ്മയും ഷെറിനും ഒപ്പം അരുണുമാണ്. അവരുടെ ആ ധീരമായിട്ടുള്ള തീരുമാനത്തിനൊപ്പം ഈ നാട് ചേർന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ ആ കുഞ്ഞിന് അന്ത്യയാത്ര നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷിനോജ് ജസ്റ്റി ഉണ്ട്. ഷിനോജ്, പള്ളിയിലെ ശുശ്രൂഷ ചടങ്ങുകൾ അവസാനിക്കാനായി, അവസാന ഘട്ടത്തിലായോ? എല്ലാ സർക്കാർ സംവിധാനങ്ങളും അക്ഷയ നേരത്തെ തീരുമാനിച്ച സമയമനുസരിച്ചാണ് ഈ സമയം അവസാനിക്കാറായി. പക്ഷേ ഇനിയും കാണാൻ വേണ്ടി, അവസാനമായ കുഞ്ഞിനെ ഒന്ന് കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഈ പള്ളിയുടെ പുറത്തൊക്കെ തന്നെ കൊണ്ട് വലിയ നീണ്ട ക്യൂ നമുക്ക് കാണാൻ കഴിയും. അതിനാൽ തന്നെ ഈ സമയം വീണ്ടും നീണ്ടുപോകുമെന്ന കാര്യത്തിൽ എങ്ങനെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. നിരവധിയായിട്ടുള്ള ആളുകൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവിടേക്ക് അവസാനമായ കുഞ്ഞിനെ ഒരു നോക്കി കാണുന്നതിന് വേണ്ടി എത്തുന്നുണ്ട്. മന്ത്രി വീണ ജോർജ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ മന്ത്രി വീണ ജോർജ് അനുശോചന പ്രസംഗം നടത്തുകയാണ്. ഈ കുഞ്ഞുമായി ബന്ധപ്പെട്ട്, ഈ അവയവദാന ബന്ധപ്പെട്ടൊക്കെ തന്നെ വളരെ വേഗത്തിലുള്ള സർക്കാർ തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ വന്നത്. ഇങ്ങനെ മന്ത്രി വീണ ജോർജ് രാവിലെയും കരിങ്ങനപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിലുമെത്തി തന്നെ വളരെ വേഗത്തിലുള്ളതാണ് സർക്കാർ തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ വന്നത്. അങ്ങനെ മന്ത്രി വീണ ജോർജ് രാവിലെയും നെടുങ്ങാടപ്പള്ളിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു, വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പള്ളിയിലുമെത്തി അനുശോചനം അറിയിക്കുകയാണ്. നിരവധിയായിട്ടുള്ള ആളുകൾ, നമ്മൾ രാവിലെയൊക്കെ തന്നെ സംസാരിച്ചതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കണ്ടിട്ടുമില്ല, കേട്ടിട്ടില്ല, കുഞ്ഞാരാണെന്ന് അറിയില്ല. പക്ഷേ ഈ വാർത്തകളിലൂടെയൊക്കെ അറിഞ്ഞ് ഈ കുഞ്ഞിനെ ഒന്ന് കാണണം, വളരെ നിസ്വാർത്ഥമായ സേവനം നടത്തിയ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ഒന്ന് ചേർത്ത് പിടിക്കണം, അവരെ ആശ്വസിപ്പിക്കണമെന്ന ആഗ്രഹവുമായൊക്കെ എത്തുന്ന നിരവധിയായിട്ട് ആളുകൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നോക്കി അങ്ങനെ എത്തുന്ന ആളുകളൊക്കെ തന്നെ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കാണുകയാണ്. അങ്ങനെ നിരവധി ആളുകളുടെയൊക്കെ കണ്ട് ആശ്വാസം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നിലവിലിപ്പോൾ കുഞ്ഞാലിൻ ഈ ലോകത്തോട് വിട പറയാൻ എത്തുന്നത്. അവൾ ഏറ്റവും കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ളവരുടെ ഹൃദയങ്ങളിൽ ഈ കുഞ്ഞുമകൾ അനശ്വരിയായി ജീവിക്കും. ഈ ദിവസങ്ങളിൽ ഒരുപാട് പേർ സംസാരിച്ചു. അവർ പലയിടത്തും എഴുതിയതിൽ കണ്ട 2 വാചകങ്ങൾ ഞാനൊന്ന് പറയട്ടെ. ഈ മാതാപിതാക്കളുടെ ഹൃദയങ്ങളിലെ നന്മയാണ് കുഞ്ഞ് ആലിൻ്റെ അമരത്വം. ആ നിമിഷങ്ങളിൽ കേസോട്ടോയുടെ ഡോക്ടർ നോബിൾ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് 2-3 തവണ ചോദിച്ചു. ഒരു ചെറുമകൾ 9 മാസം 10 മാസം, മാതാപിതാക്കൾ അരുണും ഷെറിനും അവർ വളരെ 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 ചെറുപ്പം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല, അവർ തീരുമാനിച്ചു, അവർ സന്നദ്ധത അറിയിച്ചു എന്നും. ഈ കുടുംബത്തിൻ്റെ മുന്നിൽ ആദരവോടെ ശിരസ് നമിക്കുന്നു. കുഞ്ഞ് ആലിൻ എന്ന നമ്മുടെ ഈ കുഞ്ഞു മോളുടെ
ഓർമ്മകൾക്ക് മുന്നിൽ ശിരസ് നമിച്ച് അനുശോചനം അറിയിച്ച് ഒരു നാടിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും, ഇവിടെ എത്താൻ കഴിയാത്തവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുമായി എല്ലാവരുടെയും ദുഃഖം അറിയിക്കുകയാണ്. മാരാമൺ കൺവെൻഷൻ്റെ സമാപന യോഗം നടക്കുകയാണ്. മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ മാർത്തോമാ തേഡേഷ്യസ് മെത്രാപ്പോലീത്ത തിരുമേനി പ്രത്യേകമായി ഇവിടേക്ക് വരുമ്പോൾ തിരുമേനി പറഞ്ഞു, അഭിവന്യ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ അനുശോചനം പ്രത്യേകമായിട്ട് ഇവിടെ അറിയിക്കണം, ഈ കുടുംബത്തെ പ്രാർത്ഥനകൾ അറിയിക്കണം, കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്നുള്ളത് പ്രത്യേകം പറഞ്ഞത് ഇവിടെ അറിയിക്കട്ടെ. ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരാം. അതോടൊപ്പം തന്നെ ഈ കുടുംബവും കുഞ്ഞാലിനും ലോകത്തോട് പറയുന്നു, നിങ്ങൾ കൈകൾ കോർത്ത് പരസ്പരം സ്നേഹത്തോടെ, പരസ്പരം സേവന മനോഭാവത്തോടെ മുന്നോട്ട് പോകണം. ആ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടു, എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആംബുലൻസ് പോകുമ്പോൾ ആളുകൾ കൈകൾ കോർത്തു പിടിച്ച് വഴിയൊരുക്കി.